ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒരു വാക്കുപോലും മിണ്ടാതെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഹെൻറി ഫെക്സ്ച്യൂസിന്റെ സഹായത്തോടെ ആ രഹസ്യഭാഷ മനസ്സിലാക്കാനും സത്യത്തിൽ ആളുകളുടെ മനസ്സുകൾ വായിക്കാനും പഠിക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ എന്തോ മാന്ത്രിക വിദ്യയാണെന്നൊന്നും കരുതണ്ട, ഇത് പക്കാ സയൻസാണ്. നമ്മുടെ ശരീരം ഓരോ നിമിഷവും പുറത്തുവിടുന്ന സിഗ്നലുകൾ ശ്രദ്ധിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ്. വാക്കുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചുവെച്ച സത്യം കണ്ടെത്താൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ നമ്പർ കണ്ടോ, 90%. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംഭാഷണങ്ങളുടെ 90% നടക്കുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് ശരീരഭാഷ, ശബ്ദത്തിലെ മാറ്റങ്ങൾ, മുഖഭാവങ്ങൾ എന്നിവയിലൂടെയാണ്. നമ്മൾ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ യഥാർത്ഥ സംഭാഷണത്തിന്റെ സിംഹഭാഗവും നമുക്ക് നഷ്ടപ്പെടുകയാണ്. സംഭാഷണങ്ങൾ ശരിക്കും ഈ ഐസ്ബർഗ് പോലെയാണ്. നമ്മൾ കേൾക്കുന്ന വാക്കുകൾ വെള്ളത്തിന് മുകളിലുള്ള ആ ചെറിയൊരു ഭാഗം മാത്രം. പക്ഷേ യഥാർത്ഥ വികാരങ്ങളും ചിന്തകളുമെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ആ കാണാത്ത വലിയ ഭാഗത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്കൊന്ന് മുങ്ങി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം, ഈ 90% വിവരങ്ങളും നമുക്ക് ചുറ്റും ഇങ്ങനെ പാറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഇതൊന്നും കാണാത്തേ? കാരണം വളരെ സിമ്പിളാണ്. ചെറുപ്പം മുതലേ നമ്മൾ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാനാണ് പഠിച്ചത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, വാക്കുകൾക്ക് വളരെ എളുപ്പത്തിൽ കള്ളം പറയാൻ പറ്റും. ശരീരത്തിന് അത്ര എളുപ്പത്തിൽ അത് പറ്റില്ല. നമ്മൾ സ്ഥിരം വരുത്തുന്ന 2 വലിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരാൾ എല്ലാം ഓക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്കങ്ങ് വിശ്വസിക്കും. പക്ഷെ അവരുടെ മുറുകിയ ശരീരവും വിഷാദമുള്ള മുഖവും നമ്മൾ കാണാതെ പോകും. അല്ലെങ്കിൽ ഒരാൾ കൈകൾ കെട്ടിയിരിക്കുന്നത് കണ്ടാൽ ഉടനെ നമ്മൾ പറയും, ഓ അയാൾക്ക് താൽപ്പര്യമില്ല. ഒരുപക്ഷെ അയാൾക്ക് തണുക്കുന്നുണ്ടാവാം. അതുകൊണ്ട് ഒറ്റപ്പെട്ട സൂചനകൾക്ക് ഒരു അർത്ഥവുമില്ല. ഇതാണ് ഈ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഒരാളുടെ ബേസ് ലൈൻ പെരുമാറ്റം മനസ്സിലാക്കുക. അതായത് അവർ സാധാരണയായി റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു പ്രത്യേക ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ആ മാറ്റമാണ് യഥാർത്ഥ സൂചന. ശരി, അപ്പോൾ ഈ ബേസ് ലൈനൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? എവിടെ തുടങ്ങണം? അതിനാണ് നമ്മുടെ ആദ്യത്തെ ടൂൾ, ഫുൾ ബോഡി സ്കാൻ. ഒരാളുടെ തല മുതൽ കാൽവിരൽ വരെ ഒറ്റയടിക്ക് സ്കാൻ ചെയ്യാൻ പഠിക്കുന്നതാണ് ഇതിലെ ആദ്യത്തെ പടി. ഓരോ ഭാഗത്തിനും ഓരോ കഥ പറയാനുണ്ടാകും. തലയും മുഖവുമാണ് പെട്ടെന്നുള്ള വികാരങ്ങൾ കാണിക്കുന്നത്. അവരുടെ നിൽപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അവർ കംഫർട്ടബിൾ ആണോ ടെൻഷനിലാണോ എന്ന്. കൈകൾ തുറന്നിട്ടാണോ അതോ കെട്ടിവെച്ചിരിക്കുകയാണോ? പക്ഷേ ഏറ്റവും സത്യസന്ധമായ ഭാഗം ഏതാണെന്നറിയോ? കാലുകളാണ്. കാരണം നമ്മൾ കാലുകളെപ്പറ്റി അധികം ബോധവാന്മാരല്ല. അവരായിരിക്കും അവർക്ക് ശരിക്കും എങ്ങോട്ടാ പോകേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. ഒറ്റയൊരു സിഗ്നൽ വെച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് ഭയങ്കര അപകടമാണ്. ഒരാൾ കൈകെട്ടിയിരിക്കുന്നത് കണ്ടാൽ ഉടനെ നമ്മൾ പറയും, ഓ അയാൾക്ക് താൽപ്പര്യമില്ല. പക്ഷെ കൈകെട്ടുന്നതിൻ്റെ കൂടെ താടിയെല്ല് മുറുക്കി പിന്നോട്ട് ചാഞ്ഞിരിക്കുകയാണെങ്കിലോ, അപ്പോൾ നമുക്കൊരു ക്ലസ്റ്റർ കിട്ടി. അതായത് സിഗ്നലുകളുടെ ഒരു കൂട്ടം. അതാണ് അസ്വസ്ഥതയുടെ യഥാർത്ഥ സൂചന. ശരീരത്തിലെ വലിയ സിഗ്നലുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് സൂം ചെയ്യാം. മുഖത്തേക്ക്. 1 സെക്കൻഡിന്റെ അംശം കൊണ്ട് സത്യം വെളിപ്പെടുന്ന സ്ഥലം. സന്തോഷം, ദുഃഖം, ദേഷ്യം. ഈ 7 അടിസ്ഥാന വികാരങ്ങൾ ലോകത്തെവിടെയുള്ള മനുഷ്യന്റെ മുഖത്തും ഒരുപോലെയാണ് വരുന്നത്. യഥാർത്ഥ സന്തോഷത്തിൽ കണ്ണുകൾ ചുളിയുന്നതും ദേഷ്യം വരുമ്പോൾ പുരികങ്ങൾ താഴേക്ക് വരുന്നതുമൊക്കെ നമ്മുടെ തലച്ചോറിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ പറയുന്നു, കൊള്ളാം, നല്ല ഐഡിയ ആണ്. പക്ഷേ അത് പറയുന്നതിന് തൊട്ടു മുമ്പ് 1 സെക്കൻഡിന്റെ 100-1 സമയം കൊണ്ട് അയാളുടെ ചുണ്ടിന്റെ ഒരറ്റം ചെറുതായൊന്ന് കോടി. ആ കണ്ടതാണ് പുച്ഛം. അതാണ് മൈക്രോ എക്സ്പ്രഷൻ. മനസ്സ് കള്ളം പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ശരീരം സത്യം വിളിച്ചു പറയുന്ന ഒരു നിമിഷം. ഓക്കെ, അപ്പോൾ മുഖത്തെ സത്യം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി ആളുകൾ മനഃപൂർവ്വം സത്യം ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യും? കള്ളം എങ്ങനെ കണ്ടുപിടിക്കാം? പക്ഷേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയല്ല കാര്യങ്ങൾ. കള്ളം പറയുന്നവരെ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്നറിയാമോ? വർഷങ്ങളായി നമ്മൾ വിശ്വസിച്ചു പോകുന്നൊരു കാര്യമാണത്. കള്ളം പറയുന്നവർ കണ്ണിൽ നോക്കില്ല എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അത് നേരെ തിരിച്ചാണ്. നല്ല ട്രെയിൻഡായ കള്ളന്മാർ നമ്മളെ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിലേക്ക് തന്നെ തുറിച്ചു നോക്കും. അപ്പോൾ പിന്നെ യഥാർത്ഥ സൂചന എവിടെയാ? അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചെറിയ കാര്യങ്ങളിൽ. പെട്ടെന്ന് കണ്ണുകൾ ചിമ്മുന്നത് കൂടുമ്പോഴോ കുറയുമ്പോഴോ, ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങളിലോ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓർക്കേണ്ട കാര്യം, ഒറ്റയൊരു സിഗ്നൽ വെച്ച് ആരും കള്ളനാവില്ല. നമ്മൾ അവരുടെ സാധാരണ പെരുമാറ്റത്തിൽ നിന്ന്, അതായത് ബേസ് ലൈനിൽ നിന്ന് വരുന്ന മാറ്റങ്ങളുടെ ഒരു പാറ്റേൺ ആണ് നോക്കേണ്ടത്. ഒരു പ്രത്യേക ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം അവർ പെട്ടെന്ന് കഴുത്തിൽ തൊടുകയോ ഉത്തരം പറയാൻ താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ ശബ്ദം മാറുകയോ ചെയ്യുന്നുണ്ടോ? അതാണ് പോയിന്റ്. ഇതുവരെ നമ്മൾ മറ്റുള്ളവരെ വായിക്കാനാണ് പഠിച്ചത്. ഇനി ആ അറിവ് വെച്ച് എങ്ങനെ നല്ല ബന്ധങ്ങളുണ്ടാക്കാം, എങ്ങനെ അവരെ പോസിറ്റീവായി സ്വാധീനിക്കാം എന്ന് നോക്കാം, വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ. ഈ 3 ടെക്നിക്കുകൾ വളരെ പവർഫുള്ളാണ്. മിററിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ബോഡി ലാംഗ്വേജ് വളരെ സൂക്ഷ്മമായി നമ്മളും അനുകരിക്കുന്നതാണ്. ഇത് നമ്മൾ ഒരുപോലെയാണ് എന്നൊരു സന്ദേശം കൊടുക്കും. പേസിംഗ് ആൻഡ് ലീഡിംഗ് വഴി ആദ്യം അവരുടെ മൂഡിനോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് പതിയെ അവരെ നമുക്ക് വേണ്ട ഒരു നല്ല മൂഡിലേക്ക് നയിക്കുക. ആങ്കറിംഗ് ഒരു നല്ല ഫീലിംഗിനെ ഒരു സ്പർശനവുമായി ബന്ധിപ്പിക്കുന്നു.
ഇതെല്ലാം ചെയ്യുന്നത് മറ്റൊരാൾക്ക് നമ്മളോടൊപ്പം സുരക്ഷിതത്വം തോന്നാനാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കഴിവുകൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ളതല്ല, മറിച്ച് അവരുമായി ആഴത്തിലുള്ള സത്യസന്ധമായ ഒരു ബന്ധമുണ്ടാക്കാനാണ്. ഉദ്ദേശശുദ്ധിയാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പുതിയ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒരു പ്രശ്നമുണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് മണത്തറിയാൻ പറ്റും. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ചേരാതെ വരുമ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആളുകളുമായി പെട്ടെന്നൊരു വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ആശയവിനിമയത്തിലെ ആ കാണാതായ 90% ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വെറുമൊരു അറിവ് മാത്രമല്ല, ലോകത്തെ നോക്കിക്കാണാനുള്ള ഒരു പുതിയ രീതിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും ഇപ്പോൾ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഏത് പുസ്തകമാണ് വായിക്കാൻ പോകുന്നത്? വെറുതെ പുറത്തിറങ്ങി ആളുകളെ ഒന്ന് നിരീക്ഷിച്ചു തുടങ്ങും.